ആതിര എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എന്ത് തന്നെ വല്ല ഇന്ന മീനിങ് ഉണ്ടോ? അങ്ങനെ തോന്നിയാ? ഒന്നും തോന്നാത്തോണ്ട് ചോദിച്ചത്. ഇത്രയായി കണ്ടിട്ട് 2 കൊല്ലായി കാണൂല്ലേ? ശരിയാ, കുറേയായി. പറ എന്നിട്ട് എന്തല്ല? ഏതാ ഫ്രീക്ക്? അതൊക്കെ ഞാൻ പറയാം. ഇതാണോ എൻ്റെ NRI ബ്രദർ? കസിൻ. ഓക്കെ. ഇത് തന്നെയാ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ഇത് നിഖിൽ. ഹായ്. മലയാളമൊക്കെ അറിയോ? എന്നെക്കാട്ടും നന്നായിട്ട് അറിയാം. പറ ഏതാ ചെക്കൻ? അതാണ് DJ RK, അല്ലെങ്കിൽ DJ രാജേഷ് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലെ ആസ്ഥാന DJ കാരനാ. എന്ത്? എനിക്കറിയാം, ഗീതേച്ചിൻ്റെ മോനാ. എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് ഓനിപ്പോൾ നല്ല മാറി, വലിയ തമാശക്കാരനാന്ന് ഓൻ തന്നെ പറയുന്നത്. ഓൻ്റെ തമാശയൊക്കെ കേട്ട് ആൾക്കാർ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പൂത്രേ. എന്നിട്ട് മണ്ണൊക്കെ കൊണ്ടാണ് അപ്പുറത്തെ ബൈപ്പാസിന് വേണ്ടിയിട്ട് പാടം നികത്തുന്നതെന്നൊക്കെയാന്ന് പറയും. നല്ല മനസ്സിലാവുന്നുണ്ടോ? കാര്യമാക്കണ്ട, എപ്പോഴും ഇങ്ങനെയാ. നാളെ കളിയാട്ടത്തിന് 30 വക പെർഫോമൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, കളിയാട്ടത്തിനും DJ. കളിയാട്ടം എന്താ? അത് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം. ഒരാഴ്ചയായി തുടങ്ങിയിട്ടില്ലേ? നാളെ ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് പോയാലോ? അതെ, നിങ്ങൾ NRI കിഡ്സിന് ഇവിടുത്തെ എക്സോട്ടിക് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ഒന്ന് നിർത്തുവോ തന്നെ? നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഡോക്ടർ പറഞ്ഞു നാളെ ആകുമ്പോഴത്തേക്കും. ഞാൻ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് അമ്മക്ക്? അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും മരിക്കാൻ കാത്തിരിക്കണ മാതിരിയാ 2 ദിവസമായി. ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. DJ രാജേഷിന്റെ പാട്ട് വെക്കണം. അവസാനം എന്നെ ചീത്ത വിളിക്കരുതേ. ഇതാണ് ഇളയവൻ ഭാസ്കരൻ. കുറച്ച് ദിവസം മുന്നേ എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ അടുത്ത സിറ്റിസനാ? ഞാനെടുത്തിട്ടില്ല, വൈഫിനും കുട്ടികൾക്കൊക്കെ ഉണ്ട്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒസ്യത്വമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഭൂമിയും വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടും 3 മക്കൾക്കും തുല്യമായിട്ട് വീതിക്കേണ്ടി വരും. ഇളയനെ അന്നൊന്നും വേണ്ടെന്നല്ല എന്നോട് പറഞ്ഞേ. ഇതിപ്പോൾ എപ്പോഴാണ് നടന്നത്? അതൊരു 10-24 കൊല്ലം മുമ്പ് ഓൻ ഈ വീട് വിട്ട് പോയപ്പോൾ. 24 കൊല്ലം മുമ്പ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും, ഒരു സത്യവാങ്മൂലൂടെ എഴുതി ഒപ്പിടേണ്ടി വരും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ എവിടെയാന്ന് പറഞ്ഞേ? ഓൻ കെട്ടിയിട്ടില്ല. അത് ശരി. അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? കല്യാണ പ്രായം കഴിഞ്ഞു. ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല. 60 വയസ്സിലെ ആൾക്കാർ കെട്ടണില്ലേ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഈ വടയിലെന്ന് മനുഷ്യർക്ക് ഒരു പെണ്ണ് നോക്കാം. വേണോ? നിങ്ങൾക്ക് ബ്രോക്കർ പണി ഉണ്ടോ? നമ്മളെല്ലാം പണിയെടുക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ചോദിച്ചാൽ മതി. ഇതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേന്നുള്ളൂ. നിങ്ങൾ കെട്ടണച്ചാൽ ഭയം കിട്ടിക്കോളേ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടാനുള്ളത് മുഴുവൻ മൂപ്പർ കിട്ടൂലേ? എങ്ങനെ? മലർവാകകൾ പൊഴിയും സ്വപ്നകുടീരത്തിൽ വാനിൽ പാൽക്കടലല പടരും താരകവീഥികളിൽ നിർച്ചരി പോലെ പാടിയുണർന്നു ഗന്ധർവരൂപം ഹർഷാതിരേകം പൊന്മയിൽ പീലിയിൽ ചായമണിഞ്ഞു ചാലിച്ചതെല്ലാം രൂപങ്ങളായി. മഴവില്ലഴകിൽ സ്വയമലിയുകയായി നടന മനോഹരികൾ ഋതുദേ
ഓർമ്മകൾ എന്നാലും അത് ശരിയല്ലല്ലോ. പ്രോപ്പർട്ടിയിൽ എനിക്ക് അവകാശമുള്ളതല്ലേ? പണ്ട് ഇവിടുന്ന് പോയപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് ഭാസ്കർ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ? അത് അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാനിവിടെ ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഭാസ്കർ എന്താ വെച്ചാൽ ചെയ്തോളൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ജനിച്ചു വളർന്ന മണ്ണല്ലേ, എന്നോടൊന്ന് ചോദിക്കട്ടെ. അതെ, നമ്മളിവിടെ വന്നിട്ട് 3 ദിവസമായി. ഭാസ്കർ എന്ത് വിചാരിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരെ നോക്കി നടക്കുന്നേ? മോർഗേജ് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ വാടക വീട്ടിലോട്ട് മാറേണ്ടി വരും. മതിയുടെ ബാലു, മണി 7 ബാക്കി നാളെ ആവാം. നീ എവിടെയായിരുന്നു? സേതു നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർക്കുണ്ടായിരുന്നു. സേതുവേട്ടനോട് അടുക്കളയില്ല, എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നു. അപ്പോൾ നോക്കാം. എന്താടാ പരിപാടി? നമ്മുടെ പഴയ ചെമ്മീൻ കറി അമ്മയുടെ. ഓക്കെ, കറക്റ്റാ. ഇനിയൊന്നും ചെയ്യണ്ട, മുടി ഇട്ടേക്ക്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്തേക്ക്. ഈ ഇല ഒന്ന് കട്ട് ചെയ്തേക്കോ, ഞാൻ കുളിച്ചിട്ട് വരാം. ആ, വേഗം ആയിക്കോട്ടെ. ടീച്ചറും കുട്ടികളും ഇപ്പോൾ എത്തും. കത്തിയോടെ എടുക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. അതിൻ്റെ എന്താ? ലീഗലി എനിക്കിപ്പോഴും അതിന്മേലെ അവകാശമുണ്ടല്ലോ. അത് ഫോർഫിറ്റ് ചെയ്യുന്നത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെൻ്റെ ഷെയർ വേണം. ഏതോ നമ്മൾ അനിയൻ പറഞ്ഞ കേട്ടോടാ. അവൻ ഈ വീട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മുടെ സ്വത്തിൻ്റെ ഷെയർ കൂടി വേണമെന്ന്. അത് എൻ്റെയും കൂടെ അല്ലേ? ആയിരുന്നു. നീ ഈ വീട് വിട്ടു പോകുന്ന ദിവസം വരെ. ഞാൻ ആരെയും വിട്ടുപോയതല്ലല്ലോ. നിങ്ങളല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. അതെന്തിന്? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന്. നിനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ആ മുസ്ലിം പെണ്ണ്. നീ നിൻ്റെ ഭാഗം ക്ലിയറാക്കി. അല്ലെങ്കിൽ നീ പണ്ടുപോലെ സ്വാർത്ഥന. നിനക്ക് നിൻ്റെ കാര്യം, നിൻ്റെ ജീവിതം എല്ലാം നിനക്ക് വേണം. തുടങ്ങിയല്ലോ വലിയേട്ടൻ കളി. നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോട് ഒന്ന് പെരുമാറിയിട്ടുണ്ടോ? സ്നേഹിക്കാൻ പറ്റിയ ഒരുത്തൻ. അച്ഛൻ്റെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഓർമ്മയുണ്ടോടാ? നിൻ്റെ പഠിത്തം മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. അന്നേ നീ ഡൽഹിയിൽ നിൻ്റെ കാമുകിയായിട്ട് അഴിഞ്ഞാടി നടക്കുകയായിരുന്നു. ചെറ്റ വർത്താനം പറയരുത്. ഇവിടെ എന്തിനിപ്പോൾ പഴംപുരാണമൊക്കെ വിളമ്പുന്നത്? വിളമ്പൂടാ. 2ാമത്തെ അറ്റാക്കിൽ അച്ഛൻ പോയി. നീ കാരണം, നീ ഒറ്റൊരുത്തൻ കാരണം. ഒരുപാട് വർത്താനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തോടാ പന്നി? പറയടാ. ഇതെന്താണ് വിശ്വട്ടത്? ഇത് എന്തേ കാണിക്കണം? ഈ സമയത്തേക്ക് നിനക്കൊന്നും മര്യാദിക്കുന്നൂടെ? ഞാൻ ആദ്യം അവനോട് പറയടാ. അവനല്ലേ ഈ വീട്ടിലെ ബുദ്ധിയുള്ള കുട്ടി. ഞാൻ താന്തോന്നിയാണല്ലോ മുൻദേശക്കാരൻ. ചേട്ടാ നിർത്ത്. ഭാസ്കർ, എന്താ പ്രശ്നം? നിനക്ക് സ്വത്ത് കിട്ടിയാ പോരെ? എൻ്റെ നീ എടുത്തോ. പ്രശ്നം തീർന്നില്ലേ? എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ഇവിടുന്ന് എനിക്ക് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ചോദിച്ചത്. ലീഗലി എനിക്ക് കിട്ടേണ്ടത്.
ലീഗലി നിനക്കിവിടെ നിന്ന് കിട്ടും. സ്വത്തും ചോദിച്ചു വന്നിരിക്കുന്നു. ഉളുപ്പില്ലേടാ നിനക്ക്? നിങ്ങളെക്കാളും എനിക്ക് ഉളുപ്പുണ്ട്. അതേടാ, നീ തന്നെ പറയേ. നീ അന്ന് അവൾ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് ആരാടാ? അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ, അച്ഛൻ പോയപ്പോൾ, പിന്നെ അമ്മ കിടപ്പിലായപ്പോൾ ആരാടാ നോക്കിയത്? നീയോ? അതോ അഞ്ചും കുളിക്കാൻ അറിയാത്ത ഈ പൊട്ടനോ? നീ ഇവിടെ നിന്ന് പോയതിന് ശേഷം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ മാനക്കേടുകാരൻ. എന്നോട് പോലും പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാ നാട് വിട്ട് പോകണം. ഒരു തനി മണ്ണ് കിട്ടില്ലടാ നിനക്ക്. നല്ല രസമുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? രഞ്ജിഷ് എന്ന് വെച്ചാൽ വേദന, പെയിൻ. ഈ പാട്ടിലെ കവി അയാളുടെ എക്സ് ലവറിൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പറയുക, വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കൂടി. നിഖിലിന് ഇഷ്ടമാവും തോന്നിയിരുന്നു. അതെങ്ങനെ തോന്നി? അത്ര തന്നെ. എൻ്റെ കോളേജിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ നാഷണൽ. എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റൊക്കെ ആളെ ഗൈഡ് ചെയ്ത്. അപ്പോൾ ഞാനിതുപോലെ ഒരു ദിവസം പുള്ളിക്ക് ഈ പാട്ട് കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്നെ രഞ്ജിഷ് എന്ന് വിളിക്കാം. ഫോണിലൂടെ എൻ്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നു. ഞാനും അങ്ങനെ വിളിക്കാം, രഞ്ജിഷ്. താഴെ പിന്നെയും നല്ല സീനായിരുന്നു അല്ലേ? അച്ഛനിടയ്ക്ക് അങ്ങനെ ഒട്ടും റീസണബിൾ അല്ല. എൻ്റെ അച്ഛനും കാര്യം പുറമേ he comes out as liberal and very open minded, but ഉള്ളിൽ പഴഞ്ചനാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൺസർവേറ്റീവ് ആൻഡ് നാരോ മൈൻഡ്. ഉള്ളിലുള്ളത് അങ്ങനെ പുറത്ത് കാണില്ല, ഒളിപ്പിക്കാനുള്ള മിടുക്കല. എൻ്റെ അച്ഛൻ നേരെ തിരിച്ചാ. പുറത്ത് ഭയങ്കര റഫാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ളിലുള്ളതെല്ലാം അങ്ങനെ പുറത്ത് പറയും. പക്ഷെ അമ്മ അങ്ങനല്ല. God, I hate her. Really? Jayashree auntie was... she made me really comfortable the other day. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്നു നോക്കാം, അപ്പം കാണാം ഈ കംഫർട്ടബിളൊക്കെ. ഞങ്ങൾ തമ്മിൽ ഫുൾ ടൈം മടിയാണ്. ആക്ച്വലി ഇവിടെ എല്ലാവർക്കും അറിയാതെ. That is surprising. അങ്ങനെ സർപ്രൈസിങ് ആയിട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ചെയ്തോളെന്തേ കല്യാണം കഴിച്ചില്ല? അറിയില്ല, മൂപ്പരൊരു ടൈപ്പല്ലേ, പെണ്ണിട്ടാൻ ബുദ്ധിമുട്ടായി കാണും. ടൈപ്പോ? ശ്രദ്ധിച്ചിട്ടില്ല? ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെക്യൂലിയറാണ്. പിന്നെ ചെറുതിൽ എന്തോ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ലെക്സിയ പോലെ എന്തോ. പിന്നെ എല്ലാവരും മൂപ്പരൊരുമാരല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അതൊക്കെ എഫക്റ്റ് ചെയ്ത് കാണും. അതിരാ സിംഗിളാണോ? കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ. No, I'm just really comfortable with you now. ഇപ്പാണ്. എന്ത് പറ്റി? ഇയാൾ എപ്പോഴും അത്ര ഷൈ ആണോ? Not really. പിന്നെ
ആതിര ചിരിച്ചപ്പോൾ something crossed my mind. എന്ത്? വിരൽ തൊടും നിറം കുളിർ കാറ്റ് പോലെ വരും സ്വരം തരും മോഹം നോവായി നേരായി തനുട്ടി തനുട്ടി ഇതാരാ എന്താ ഇതാരാ നോവായി